താൽക്കാലിക വിസി നിയമനം സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിൽ യുജിസിയെ കക്ഷി ചേർക്കാൻ ഗവർണർ. താൽക്കാലിക വിസി നിയമനത്തിൽ യുജിസി മാനദണ്ഡം ബാധകമാണോ എന്ന് വ്യക്തമാക്കാൻ ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടു. മറ്റു വിഷയങ്ങളിൽ സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകളുടെ പുരോഗതിക്ക് കോട്ടം തട്ടുന്ന നടപടികൾ വേണ്ടെന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചു. താൽക്കാലിക വിസി നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്താണ് ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നത്. ഈ അപ്പീലിലാണ് യുജിസിയെ കൂടി കക്ഷി ചേർക്കാനുള്ള സാധ്യതകൾ ആരായുക. യുജിസി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവകലാശാലകളിലെ വിസി നിയമനം. സ്ഥിരം വിസിയുടെ എല്ലാ അധികാരങ്ങളും താൽക്കാലിക വിസിക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലിക വിസി നിയമനത്തിലും യുജിസി മാനദണ്ഡങ്ങൾ ബാധകമാക്കേണ്ടതല്ലേ എന്നാണ് അപ്പീലിലൂടെ ഗവർണർ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം. ഇതുവഴി യുജിസിയെ കൂടി കേസിൽ കക്ഷിയാക്കാമെന്നാണ് രാജ്ഭവന്റെ പ്രതീക്ഷ. അപ്പീലൊഴിച്ചുള്ള വിഷയങ്ങളിൽ സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ അനൗദ്യോഗിക ചർച്ചകളാണ് മഞ്ഞുരുക്കം സംഭവിച്ചത്. അപ്പീൽ ഒഴികെയുള്ള സർവകലാശാല വിഷയങ്ങളിൽ കർശന സമീപനം വേണ്ടെന്ന് ഗവർണർ രാജ്ഭവന് നിർദ്ദേശം നൽകി. സർക്കാരുമായി സമവായത്തിലെത്തുന്നത് രാജ്ഭവൻ വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും വൈകാതെ ഗവർണറെ കാണും. എന്നാൽ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നില്ല. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.